ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. മിഡിൽ ഈസ്റ്റ് അതേപോലെ അമേരിക്കയിൽ പുതിയ കുറേ പ്ലാനുകൾ പ്ലാൻ ബി. അമേരിക്ക എപ്പോഴും കുറേ പ്ലാനുകളുമായിട്ടാണ് വരുന്നത്. അതായത് അവരുടെ സൈഡിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അവർ പിൻവലിയും. എതിരാളിയുടെ സൈഡിൽ വീക്ക്നെസ് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആക്രമിക്കും. അത്തരത്തിലുള്ള ക്രൂക്കഡ് മൈൻഡ് സെറ്റൊക്കെ ഉള്ള ടീമാണ് അമേരിക്ക. അപ്പോൾ എന്തായാലും അമേരിക്കയുടെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള മീറ്റിംഗ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. പീറ്റർ ഹെഗ്സെത്ത്, വാർ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്തുമായിട്ട്, അതായത് അമേരിക്കയുടെ ഡിഫൻസ് മിനിസ്റ്റർ, ഏതാണ്ട് 1 മണിക്കൂറാണ് ട്രംപ് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നത് 1 അവർ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ആ മീറ്റിംഗ് 3 മണിക്കൂറോളം നീണ്ടു നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും ഒരു സൊല്യൂഷൻ ആയിട്ടില്ല. എന്താണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നം സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് തന്നെയാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കൊടുക്കുന്ന സമ്മർദ്ദം. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് വിത്തിൻ 4-5 ദിവസത്തിനുള്ളിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എല്ലാം തന്നെ ക്ലിയർ ആക്കി അത് കൈക്കലാക്കി വളരെ സ്മൂത്തായിട്ട് ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് അമേരിക്ക കരുതിയത്. പക്ഷേ അമേരിക്ക കരുതിയതിലും അപ്പുറം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. മീൻസ് പോസിറ്റീവായിട്ടല്ല, നെഗറ്റീവായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പ്രഷർ വരുന്നത്. ഇപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഇപ്പം കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ ചരക്ക് ഗതാഗതം മൊത്തത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഓയിൽ കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട്, ഓയിൽ കൊണ്ടുപോകുന്ന കപ്പലുകളുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഈ സാധനം ഇറക്കുമതി ചെയ്യാൻ വരുന്ന ഷിപ്പുകളുണ്ട്. അതേപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഓയിൽ, എനർജി മുതലായ സാധനങ്ങൾ കയറ്റി അയക്കുന്ന, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കയറ്റി അയക്കുന്ന എക്സ്പോർട്ടിംഗ് ഷിപ്പുകളുമുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പം ആ ഷിപ്പുകളൊക്കെ ആങ്കർ ചെയ്ത് കിടക്കുന്നത്, ഹാൾട്ടായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ നിർത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിർത്തേണ്ട സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരാഴ്ച എടുക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടെ കൊടുത്തേക്കും? ഈ സ്റ്റോക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണമല്ലോ, ഒരു ഫ്ലോ ഉണ്ട്, സപ്ലൈ ചെയിൻ എന്ന് പറയും. ആ സപ്ലൈ ചെയിൻ ഇപ്പം ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ സപ്ലൈ ചെയിനിൽ കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ട് ഇവർക്കിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ സൈഡിൽ ഷോർട്ടേജ് ആയിരിക്കും. അത് ഏഷ്യൻ സൈഡിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഷോർട്ടേജ് ആയിരിക്കും. ഇതിനെയാണ് സപ്ലൈ ചെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം അതിരൂക്ഷമായ നിലയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് വാർ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെഗ്സെത്തുമായിട്ട് നടത്തിയത്. ഇറാന്റെ ഉള്ളിൽ നിന്നും വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഷാഹിദ് ഡ്രോൺ വളരെയധികം ഉപയോഗിക്കുകയാണ് ഇറാൻ. അപ്പം അതിനുവേണ്ടി ഇപ്പം ഉക്രൈൻ്റെ സൈഡിൽ നിന്നും ഈ ഉക്രൈൻ തട്ടിക്കൂട്ടി ഒരു സാധനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഷാഹിദ് ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ്. അതിൻ്റെ വില ഏതാണ്ട് $750 വരും, ഒരു തട്ടിക്കൂട്ട് സാധനം. ആ സാധനം വെച്ചിട്ടാണ് റഷ്യ ഉക്രൈനിലേക്ക് അയക്കുന്ന ഷാഹിദ് ഡ്രോണുകളെ ഇവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അതായത് ആ ഡ്രോണിനെ ഇത് ഫോളോ ചെയ്ത് പോയി കൃത്യമായിട്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യും. അതാണ് പരിപാടി. അപ്പോൾ ഇതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം, $750 ഇതിൻ്റെ കോസ്റ്റ്. ഒരു ഷാഹിദ് ഡ്രോണിൻ്റെ വില 50,000 വരും, $50,000 ഒരു ഷാഹിദ് ഡ്രോണിൻ്റെ വില. പക്ഷെ അതേസമയം ഈ ഷാഹിദ് ഡ്രോൺ എന്ന് പറഞ്ഞ ഡ്രോൺ വരുന്നെങ്കിൽ ഈ ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം, ആ ഇന്റർസെപ്റ്ററിൻ്റെ വില ഒരെണ്ണത്തിന്, പാട്രിയോട്ട് PAC എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു ഇന്റർസെപ്ഷന് എടുക്കുന്ന ചിലവ് $13 മില്യൺ. $13 മില്യൺ. നമുക്ക് ഈ നഷ്ടം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് സംഭവം. അപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ അമേരിക്കയെ ചിന്തിപ്പിക്കുന്നുണ്ട്. അമേരിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെൻറ്റഗണിലിരുന്ന് വിശദമായിട്ട് ചർച്ച നടത്തുകയാണ് എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ വരവ് ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു 80% ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ഗോഡൗൺസ്, അതുപോലെ ഇതിൻ്റെ ലോഞ്ച് പാഡുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ വരവ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിഗമനം. പക്ഷേ ഇറാൻ നേരെ മറിച്ചാണ്. കാരണം ഇറാൻ ഇപ്പോഴും ഭീഷണി മുഴക്കുന്നുണ്ട്. അവരുടെ പക്കൽ ഇപ്പോഴും മിസൈൽ സ്റ്റോക്ക് ഉണ്ടെന്ന് തന്നെയാണ്, സ്റ്റോക്ക് പൈൽസ് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ബലമായ സംശയം. പലരുടെയും വിലയിരുത്തൽ തന്നെയാണ്. ഒരുമാതിരിപ്പെട്ട ഇറാനിയൻ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഇനിയും സ്റ്റോക്ക് പൈൽസ് ഇറാൻ്റെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ എനിക്കൊരു ചെറിയൊരു അബദ്ധം വരിയിരുന്നു. അതായത് മിനിറ്റ്മാൻ 3 എന്ന് പറഞ്ഞ മിസൈൽ പരീക്ഷണം നടത്തിയത് അമേരിക്കയാണ്. അത് ഞാൻ മാറിയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇവിടെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മിനിറ്റ്മാൻ 3 എന്ന് പറയുന്നത് അമേരിക്ക പരീക്ഷണം നടത്തിയ മിസൈലാണ്. അതേസമയം ഖറംഷർ എന്ന് പറയുന്നതാണ് ഇറാൻ പരീക്ഷണം നടത്തിയ മിസൈൽ. അപ്പം അങ്ങനെ ഇന്നലെ US കോൺഗ്രസ്സിൽ, സെനറ്റിൽ
ഒരു റെഫറൻഡം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെഫറൻഡം ഇറാൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ് റെഫറൻഡം. ഇതിൽ 212 പേര് യുദ്ധം വേണ്ട എന്നും 218 പേര് യുദ്ധം വേണം എന്നുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ലിറ്ററലി സെനറ്റിൽ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് യുദ്ധം നടത്താൻ വേണ്ടിയിട്ട്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു തവണയല്ല, പലതവണ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ട്രംപിന് പോസിറ്റീവ് സൈനാണ് സെനറ്റിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന 3 ദിവസങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്, വളരെ ക്രൂഷ്യലാണ്. ഈ 3 ദിവസങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഈ യുദ്ധം എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത് ഇനി വരുന്ന 2-3 ദിവസങ്ങൾ കൊണ്ടാണ്. നെക്സ്റ്റ് 3 ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. ഇസ്രായേൽ ആണെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തകർത്ത് വെച്ചുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ബലിസ്റ്റിക് മിസൈലുകളുടെ സ്റ്റോക്ക് പൈൽസ് എല്ലാം ഞങ്ങൾ അടിച്ച് തകർത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി വേണമെങ്കിൽ അവരുടെ അടുത്ത് ഒരു 20% ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും ഞങ്ങൾ നശിപ്പിക്കും. ഞങ്ങൾ നെക്സ്റ്റ് ലെവൽ, അതായത് ഞങ്ങളുടെ ആക്രമണം നെക്സ്റ്റ് ഫേസിലേക്ക് മാറ്റാൻ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം തന്നെ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഇനി ഇതിൽ കൂടുതൽ ആക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതേസമയം ഇറാന്റെ ജിയോ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഒരു തരത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇറാഖ് റീജിയനിൽ. ഇറാഖിൽ ബസറ എന്ന് പറഞ്ഞ ഏരിയയിൽ 2 എണ്ണക്കിണറുകൾ ഇറാഖിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇറാൻ. അതിലൊന്ന് UK-യുടെയും മറ്റൊന്ന് അമേരിക്കയുടെയും. അതേപോലെ 2 പവർ സ്റ്റേഷൻ, ഇറാഖിലെ പവർ സ്റ്റേഷൻ ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പവർ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇറാഖിൻ്റെ ഉള്ളിൽ പവർ സപ്ലൈ ഇല്ലാത്തത്. ഇപ്പം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം UK-യുടെ കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഭീഷണിയാണ് UK മുഴക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ UK പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ റഷ്യയെ നേരിട്ട് ചെന്നങ്ങ് അടിച്ച് ഈ ഉക്രൈൻ്റെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പം അങ്ങ് റിലീസ് ചെയ്യുന്ന മട്ടിലാണ് പലതവണ ഈ കീർ സ്റ്റാർമർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ UK-യുടെ പല പാർലമെന്റേറിയൻസിൻ്റെയും സ്റ്റേറ്റ്മെന്റുകൾ. പക്ഷേ ഇൻ റിയാലിറ്റി നേരെ മറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, UK-യുടെ എണ്ണക്കിണർ അടിച്ചു, അതേപോലെ UK-യുടെ ബേസ് നിലനിൽക്കുന്ന സൈപ്രസിന്റെ മേളിൽ മിസൈൽ പതിച്ചിട്ടുണ്ട്. എന്നിട്ടും UK-ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ ഈ ആള് കൂടുമ്പം ബഹളം വെക്കുന്ന ചില ടീമുകളില്ലേ, അതായത് അവർക്ക് അവരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റാകെ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ അവർക്കായിട്ട് ഒരു ധൈര്യമൊന്നുമില്ല. അത്തരത്തിലാണ് UK-യുടെ ബിഹേവിയർ. UK ഈ കൂട്ടത്തിൽ യൂറോപ്യൻ യൂണിയനും അതേപോലെ നാറ്റോ സഖ്യം ഇതെല്ലാം ഉള്ള സമയത്ത് ഞാൻ ഭയങ്കരമാണ്, ഞാൻ അങ്ങനെ വന്ന് അടിച്ചു കളയും, ഞാൻ ഇങ്ങനെ വന്ന് അടിച്ചു കളയും, നിന്റെ കപ്പൽ ഞാൻ മുക്കിക്കളയും എന്നൊക്കെ പറയും. പക്ഷേ അവർക്കെന്ന് പറഞ്ഞൊരു സംഭവം സംഭവിക്കുമ്പം ഒരനക്കമില്ല എന്നുള്ളതാണ്. അതാണ് ആ പ്രതീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇറാനെതിരെ ഒരു കമൻറ്റ് പോലും പാസ്സാക്കുന്നില്ല എന്നുള്ളതാണ് UK. പീറ്റർ ഹെക്സത്തും ട്രംപും ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടനെ ഈ ഫോക്സ് ന്യൂസിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ട്രംപിൻ്റെ അടുത്ത്, ഇത്തരത്തിലുള്ള റിറ്റാലിയേഷൻ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ, അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ട്രംപ് പറയുന്നത് അതെ, ഇറാൻ്റെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള റിറ്റാലിയേഷൻ വരുന്നതിനെ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്പർ 1 കാരണം ഇന്നെന്ന് പറഞ്ഞാൽ കുവൈറ്റിലെ അൽസലീം ബേസിൽ ഈ അമേരിക്കൻ സോൾജേഴ്സ് താമസിച്ചിരുന്ന അക്കോമഡേഷൻ്റെ മേളിൽ വരെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിരവധി കാഷ്വാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ ഒരു തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ആ ഇമേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കയെ നല്ല രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പീറ്റർ ഹെക്സത്ത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശക്തമായ രീതിയിൽ ആക്രമണം നടത്തി എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻസ് ആണ്. തീർച്ചയായിട്ടും ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള മീറ്റിംഗ് ആയിരുന്നു. അപ്പം നെക്സ്റ്റ് പ്ലാൻ B എന്താണ് എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ, ഇറാൻ ഇത്രയും നാളും ഞങ്ങളുടെ മേളിൽ മിസൈലും ഡ്രോണുകളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളുടെ സ്വത്തുവകകൾ എത്രമാത്രം സ്വത്ത് നിങ്ങൾക്കുണ്ടോ അതെല്ലാം തന്നെ ഞങ്ങൾ ഫ്രീസ് ചെയ്യാൻ പോവാണ്. ആ പൈസ ഞങ്ങൾ എടുത്ത് നിങ്ങൾ നടത്തിയ ആക്രമണത്തിൻ്റെ ആ ഒരു നഷ്ടം നികത്താൻ പോവാണ്. ആ പൈസ എടുത്ത് ഞങ്ങൾ ഇവിടെ നിങ്ങൾ പൊട്ടിച്ച് കളഞ്ഞ ബിൽഡിങ്ങുകൾ പണിയാനും ഈ നിങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇവിടെ ആക്രമണം നടത്തിയോ അതെല്ലാം റീബിൽഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ പല രാജ്യങ്ങളിലും എമൗണ്ട് ഉണ്ട്, UAE-യിൽ ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. അതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കാൻ പല രാജ്യങ്ങളും ഇപ്പം ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇറാന് വൻ ഭീഷണിയാവും. അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഈ പദ്ധതി, ഈ ഇറാൻ്റെ അസറ്റ് ഫ്രീസ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇറാന് വൻ തിരിച്ചടിയാവും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം ഈ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാൻ്റെ സാധനങ്ങൾ വാങ്ങിച്ച് മറിച്ച് വിറ്റ് ആ ലാഭം കൂടി അതിലൊരു ചെറിയ ലാഭം ഇവരെടുത്തിട്ട് ബാക്കിയുള്ള പൈസ ഇറാന് കൊടുത്തിരുന്നു. അതൊക്കെ ഇന്ന് ഓപ്പണായിട്ട് തുറന്ന് പറയുകയാണ്.
ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡീലിങ്സ് ഉണ്ടായിരുന്നു. അതിലൂടെ കുറേ ഇറാൻ്റെ ഫണ്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒട്ടാകെയുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിലുള്ള ഈ ഫണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ പെടും. ഓൾറെഡി തന്നെ അമേരിക്കയുടെ സാങ്ഷനിൽ പെട്ടുകിടക്കുന്ന രാജ്യം ഇത്തരത്തിലുള്ള മിഡിൽ ഈസ്റ്റ് സാങ്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ ശരിക്കും പെടുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രഷർ പോളിസിയാണ് ഇറാൻ്റെ മേലിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ പല സൈഡുകളിലും അസർബൈജാൻ്റെ ബോർഡറിൽ അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് മിലിറ്ററി. അതുപോലെ ഇറാഖിൻ്റെ ബോർഡർ സൈഡിൽ അവർ മിലിറ്ററി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാണ്. അവർ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തുടരാൻ വേണ്ടി തന്നെയാണ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ ഇനിയുള്ള ആക്രമണങ്ങൾ നെക്സ്റ്റ് ഫേസ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പം ഉക്രൈനിലെ സെലൻസ്കി ഈ $750 വർത്ത് വരുന്ന ഷാഹിദ് ഡ്രോൺ ഇന്റർസെപ്റ്റർ അതിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് അമേരിക്ക അടുത്തൊരു 2-3 ദിവസം ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഇത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഇത് വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഇറാൻ ഒരു വെല്ലുവിളിയാവും. സെലൻസ്കി ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഇറാനാണ് ഷാഹിദ് ഡ്രോൺ റഷ്യക്ക് കൊടുത്ത് റഷ്യ അത് ഉക്രൈൻ്റെ മേലിൽ പ്രയോഗിക്കുന്നത്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് സെലൻസ്കി ഉക്രൈൻ്റെ ഉള്ളിൽ ജോയിന്റ് വെഞ്ചറിൽ ഇങ്ങനെ ഒരു സാധനം നിർമ്മിച്ചത്. അപ്പോൾ വളരെ ചീപ്പർ കോസ്റ്റിൽ ഈ $50,000 വിലയുള്ള ഈ ഷാഹിദ് ഡ്രോണിനെ ഈ $750 വിലയുള്ള ഇന്റർസെപ്റ്റർ വെച്ചിട്ട് തടയാൻ ഇന്റർസെപ്റ്റർ വെച്ചിട്ട് അടിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ ആ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഇവിടെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ബേസുകളിൽ വെച്ചിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ അതേപോലെ അമേരിക്കൻ ബേസുകൾക്കെതിരെയൊക്കെ വരുന്ന ഈ ഡ്രോണുകൾക്ക് നേരെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ഇത് വിജയകരമായി പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒരു തിരിച്ചടിയാവും. കാരണം ബലിസ്റ്റിക് മിസൈലുകളുടെ വരവ് ഇറാന്റെ സൈഡിൽ നിന്നും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളാണ് അവർ തകൃതിയായിട്ട് ഇപ്പോൾ നടത്തുന്നത്. ഈ ബലിസ്റ്റിക് മിസൈലുകളുടെ ലോഞ്ച് പാഡുകൾ വെളിയിൽ എടുക്കുമ്പോൾ തന്നെ ആക്രമിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് ഈ ബലിസ്റ്റിക് മിസൈലുകളുടെ വാഹനങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ മൂവിങ്ങിലുള്ള മൊബൈൽ ലോഞ്ചറുകളിലൂടെയാണ് ഇവര് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇവര് ഈ സ്റ്റോറേജ് ഗോഡൌൺസിന്റെ അടുത്ത് വെച്ച് തന്നെ ഇത് വിന്യസിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് ആക്രമണം മസ്റ്റായിട്ട് വരും. കാരണം ഇറാനെ പൂർണ്ണമായിട്ടും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ അമേരിക്ക, മറ്റൊരു സൈഡിൽ ഇസ്രായേൽ. അപ്പോൾ ഒരു മിസൈൽ വന്നാലും ആ ലൊക്കേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. ഈ മൊബൈൽ ലോഞ്ചറുകൾ ഒരുപാട് ഉപയോഗിക്കാനും പറ്റുന്നില്ല. കാരണം ഈ മൊബൈൽ ലോഞ്ചറുകളെയും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ലാസിഫൈഡ് വീഡിയോകളാണ് മൊത്തത്തിൽ അമേരിക്കയും ഇസ്രായേലും റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ബലിസ്റ്റിക് മിസൈലുകളെയും കൂടി സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് തൽക്കാലം പുറത്തെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ഒരു യുക്തി. അതാണ് അവരിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അവരുടെ ബലിസ്റ്റിക് മിസൈൽ ശേഖരണം തീരെ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇറാൻ ഇന്നും ഇന്നലെയല്ല ഈ പരിപാടി തുടങ്ങിയത്. അതുപോലെ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇനിയുമുണ്ട് ആയിരക്കണക്കിന് മിസൈലുകൾ. അപ്പോൾ അവരുടെ സ്റ്റോക്ക് പൈൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതൊക്കെ ഇനിയും കണ്ടെത്തി നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും കുറേ നീണ്ട യുദ്ധം നയിക്കേണ്ടി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ എത്രയും വേഗം നടപ്പിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ റെജീം ചേഞ്ച് ആണ്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, ഇന്നലെ ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അൺകണ്ടീഷണലി സറണ്ടർ ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപാധികളില്ലാതെ കീഴടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത് ഇറാനെ. ഇപ്പം ആക്രമണ ശൈലിയോടുകൂടി അമേരിക്ക വളരെ ഡോമിനേറ്റഡ് പൊസിഷനിൽ നിന്നാണ് ഇറാനെ ആക്രമിക്കുന്നതെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്തിനു പറയുന്നു? നീ കീഴടങ്ങൂ, ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അമേരിക്കയ്ക്കും ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമുള്ള ഒരു രാജ്യം ഇസ്രായേലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇറാനെ അറ്റാക്ക് ചെയ്ത് റെജീം ചേഞ്ച് വരുത്തണം എന്ന് തന്നെയാണ് അവരുടെ നിലപാട്, ശക്തമായ നിലപാട്. അതിന് അവരുടേതായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട്. അത് വേറെ സൈഡിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ആൾവേസ് ഹീസ് ഓപ്പണിംഗ് ഡോർ. അയാൾ എപ്പോഴും ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഇറാൻ വന്നിട്ട് ചർച്ച നടത്തിയിട്ട് ടേബിളിലിരുന്ന് സംസാരിച്ച് തീർപ്പാക്കാം എന്നുള്ളൊരു നിലപാടാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എപ്പോഴും വ്യക്തമാകുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതാണ്, ഉപാധികളില്ലാതെ കീഴടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേതാവിനെ ഞാൻ തിരഞ്ഞെടുക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ രാജ്യം പുരോഗതിയിലേക്ക് വരും. അമേരിക്കയ്ക്ക് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്, നിങ്ങളുടെ രാജ്യം നന്നാകാൻ വേണ്ടിയിട്ട്. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടത്. ഇതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യുദ്ധം വേണ്ട, നിങ്ങൾക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം, പക്ഷേ കീഴടങ്ങണം. ഇതാണ് മെയിൻ. ഇത് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ ഇതിനോടൊപ്പം ഒരു കാര്യം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്,
ചൈനയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം ചൈനയാണ് ഇറാനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള നിലയിലുള്ള കണ്ടെത്തലാണ്. ചൈനയ്ക്ക് മേളിലുള്ള ആരോപണങ്ങളാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ഉന്നയിക്കുന്നതും. ചൈനയെ ഇത്തരത്തിൽ വളരാൻ അനുവദിച്ചത് അമേരിക്കയുടെ മിസ്റ്റേക്കാണ് ഇത് പറയുന്നുണ്ട്. ഇനി ലോകത്തുള്ള ഒരു രാജ്യങ്ങളും അമേരിക്കയെ മറികടക്കുന്ന തരത്തിൽ വളരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. മീൻസ് ചൈനയുടെ വിഷയത്തിൽ ഞങ്ങൾ കാണിച്ച മിസ്റ്റേക്ക് ഇനി ഞങ്ങൾ ഒരു രാജ്യങ്ങളുമായിട്ടും ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഇന്ത്യ. ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായിട്ട് ഏത് വിഷയങ്ങളിൽ അമേരിക്കയോടൊപ്പം നിൽക്കണം, ഏത് വിഷയത്തിൽ അമേരിക്കയിൽ നിന്നും അകന്ന് നിൽക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു രേഖ വരച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നത്. ചില വിഷയങ്ങളിൽ നമ്മൾ അമേരിക്കയുമായിട്ട് പ്രതികരിക്കില്ല, അവർ വിരിക്കുന്ന വലയിൽ ചെന്ന് നമ്മൾ കയറി കൊടുക്കാറില്ല. അതൊരു തരത്തിൽ ഇന്ത്യയുടെ നല്ലൊരു ഡിപ്ലോമസിയാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പല കുരുക്കുകളിലും നമ്മൾ പോയി പെടും. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മളെ കുരുക്കിലാക്കിയിട്ട് അവർ ഊരിപ്പോവും. അത് അമേരിക്കയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. അത്തരത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി മുന്നോട്ട് നീങ്ങുന്നത്. ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനാന്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ 127 പേര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ. ഇസ്രായേലിന്റെ ഉള്ളിൽ 11 പേര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ. സോഫാർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധത്തിൽ ഇറാന്റെ ഉള്ളിലാണെങ്കിൽ 1350 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ലെബനന്റെ സൈഡിൽ നിന്നും ഹെസ്ബുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നോർത്തേൺ ഇസ്രായേലിന്റെ സൈഡിലുള്ള ആൾക്കാർ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളൂ, ഞങ്ങൾ റോക്കറ്റ് ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്ന് കട്ടകലിപ്പിൽ ഇസ്രായേൽ അവരുടെ ഹെവി ആയിട്ടുള്ള യുദ്ധ ഉപകരണങ്ങളുമായിട്ട് ലെബനന്റെ ഉള്ളിലേക്ക് കടന്നു കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വരിവരിയായിട്ട് പോവാണ്. ഇന്നിപ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ബെയ്റൂത്തിലൊക്കെ നല്ല രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഗ്രൗണ്ട് ഓപ്പറേഷൻ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഹെസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് വാണിംഗ് കൊടുത്തിരിക്കുന്നത്. ആയത്തുള്ള ഖമനേയെ എങ്ങനെയാണ് ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഫുട്ടേജ് ഇസ്രായേൽ പുറത്തിറക്കിയിട്ടുണ്ട്. 50 ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയത്ത് ഞങ്ങൾ മിസൈൽ ഫയർ ചെയ്തു എന്നാണ് ആയത്തുള്ള ഖമനേയുടെ ബങ്കറിന്റെ ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ട് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തിയതിന്റെ വീഡിയോ ഫുട്ടേജ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ IRGC ക്യാമ്പ് തെഹ്റാന്റെ ഉള്ളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേപോലെ കുർദിഷ് റീജിയനിലുള്ള IRGC ക്യാമ്പിനെതിരെയും ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. ഇന്നലെ ഒരു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റ് F-35 ഇറാന്റെ ഉള്ളിലേക്ക് വളരെ ഫ്രീ ആയിട്ട് പറന്നു പോവുകയാണ് ഇറാന്റെ എയർ സ്പേസിൽ. എന്നിട്ടൊരു വീഡിയോ ഫുട്ടേജ് എടുത്ത് പുള്ളിക്കാരൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇറാന്റെ മേളിൽ കൂടെ പറന്നു പോവാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എവിടെ? നമ്പർ 1 ചോദ്യമാണ്. നെക്സ്റ്റ് ലെവൽ അറ്റാക്ക് വിൽ ബി മോർ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇത്രയും നാളും നടത്തിയ ആക്രമണത്തിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇനിയുള്ള ആക്രമണങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇറാനും ശക്തമായ രീതിയിൽ ഒരു ഡോമിനേഷൻ നേടാൻ ശ്രമിക്കുന്നുണ്ട് പല മേഖലകളിലും, പ്രത്യേകിച്ച് ഇറാഖിൻ്റെ സൈഡിൽ. അവിടെയൊക്കെ അമേരിക്കൻ സേനയെ ഒരു വീക്കൻ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ കുവൈറ്റ് ബേസിൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏത് തരത്തിൽ അമേരിക്ക മറുപടി കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇനിയിപ്പം നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം സെനറ്റിന്റെ ഉള്ളിൽ ട്രംപിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു. പീറ്റർ ഹെഗ്സത്തുമായിട്ട് 3-4 മണിക്കൂർ ചർച്ച നടത്തി കഴിഞ്ഞു. ഇനി അടുത്ത ഫേസ് എന്താണെന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷറുണ്ട്. കാരണം സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഇതിൽ ഇറാനും അത്രമാത്രം വീക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആക്രമണം കൊണ്ട് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ IRGC എന്ന് പറഞ്ഞ ഒരു റെജീം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം അത്രമാത്രം വീക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അവർ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായിട്ട് ചെറുത്ത് തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിന് ഒരു പരിധി വരെ കഴിയുന്നുണ്ട്. കാരണം അവർ അയൺ ബീമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയൺ ബീമൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും സപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ല. കാരണം ഇവരുടെ സെക്യൂരിറ്റി നോക്കുന്ന അമേരിക്കയാണ്, ഇസ്രായേലല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് റിസോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ചാലഞ്ച്. ഇറാൻ തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ത്രൂ ഡ്രോൺ അറ്റാക്ക്. ഈ മോഡേൺ വാർഫെയർ ടെക്നോളജി എന്ന് പറയുന്നതിൽ ഡ്രോണിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഡ്രോൺ വെച്ച് തന്നെയാണ് ഇറാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ 75% മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ അമേരിക്കയ്ക്കായാലും ആർക്കായാലും. ബാക്കിയുള്ള 25% എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് നികത്താതെ ഒരു രീതിയിലും ഈ യുദ്ധത്തിലേക്ക് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയില്ല. ഇറാന് ബോധ്യപ്പെടണം അവരുടെ ഡ്രോൺ അറ്റാക്കും നിർവീര്യമാക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്രമൈസിലേക്ക് വരുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.